ഹൈന്ദവ സമൂഹത്തിന്റെ ഐക്യവും ആചാരപരമായ പാരമ്പര്യങ്ങളും ലക്ഷ്യമിട്ട് നടത്തുന്ന സംഘടിത ശ്രമങ്ങളെ അലങ്കോലപ്പെടുത്താനായുള്ള ശ്രമങ്ങൾ പുതുമയല്ലെന്ന് ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ സ്വാമി ശ്രീശക്തി ശാന്താനന്ദ മഹർഷി അഭിപ്രായപ്പെട്ടു. ഹൈന്ദവ ജനത എവിടെ സംഘടിതമാകുന്നുവോ അവിടെയൊക്കെ തന്നെ അതിനെ തകർക്കാൻ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇത് ഇന്നലെയോ ഇന്നോ തുടങ്ങിയ ഒന്നല്ല, വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണെന്നും സ്വാമി ശ്രീശക്തി ശാന്താനന്ദ മഹർഷി പറഞ്ഞു. തൃശൂർ പൂരം പോലുള്ള ലോക പ്രശസ്തമായ ഉത്സവങ്ങൾക്കും അതുപോലെ മഹത്തായ ജനസഞ്ചയങ്ങൾ ഒത്തുചേരുന്ന വിവിധ ക്ഷേത്രോത്സവങ്ങൾക്കും നേരെയുള്ള ഇടപെടലുകൾ ഈ സാഹചര്യത്തിൽ കാണേണ്ടതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശബരിമല പോലുള്ള പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ വിശ്വാസത്തെയും ആചാരങ്ങളെയും ലക്ഷ്യമിട്ട് ചില സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു. ശബരിമലയിലെ സംഭവങ്ങളെക്കുറിച്ച് നടത്തിയ അന്വേഷണങ്ങളെക്കുറിച്ചും സ്വാമി ശ്രീശക്തി ശാന്താനന്ദ മഹർഷി ആശങ്ക പ്രകടിപ്പിച്ചു. അവിടെ നടന്ന കൊള്ളയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഗൗരവമായി കാണേണ്ടതാണ്. അന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ടവർക്ക് യഥാർത്ഥത്തിൽ എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട്, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനുള്ള അവസരം ഉണ്ടാകുമോ എന്നതിൽ സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ സംവിധാനങ്ങളുടെ ജാഗ്രതയും നീതിപൂർണമായ സമീപനവും ഇവിടെ നിർണായകമാണെന്നും അന്വേഷണങ്ങൾ ഫലപ്രദമാക്കാൻ സുതാര്യവും ശക്തമായ നടപടികൾ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹൈന്ദവ സംസ്കാരത്തെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കാനുള്ള ബോധവൽക്കരണം സമൂഹത്തിൽ ശക്തമാക്കേണ്ടതുണ്ടെന്നും ഐക്യബോധമാണ് ഇത്തരം വെല്ലുവിളികൾക്ക് മറുപടി നൽകാനുള്ള പ്രധാന മാർഗമെന്നും മഹർഷി വ്യക്തമാക്കി. ഹൈന്ദവ ജനത എവിടെ സംഘടിക്കുന്നത് കാണുന്നുവോ അവിടെയൊക്കെ തന്നെ അതിനെ അലങ്കോലപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നും ഇന്നലെയുമല്ല തുടങ്ങിയത്. കുംഭമേളയാകട്ടെ, തൃശ്ശൂർ പൂരമാകട്ടെ, അതുപോലുള്ള മഹത്തായ ജനസഞ്ചയങ്ങൾ ചേരുന്ന ഉത്സവങ്ങളാകട്ടെ, ശബരിമല പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വരുന്ന ജനസഞ്ചയങ്ങളുടെ നേരെയുള്ള ഒരു സമീപനമാകട്ടെ, ഇതെല്ലാം തന്നെ ഹൈന്ദവ സംസ്കാരത്തിനെതിരെയുള്ള വെല്ലുവിളികളായിട്ടാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടത് അതിദാരുണമായ ഒരു സംഭവമാണ്. അതിനെപ്പറ്റി പല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ അന്വേഷണം നടക്കാനിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ മറക്കണ്ട, തൃശ്ശൂർ പൂരം എന്നുള്ള ആ ഒരു വലിയ ഉത്സവം, ഈ നാടിൻ്റെ സാംസ്കാരിക മഹോത്സവം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരികമായ തലസ്ഥാനത്ത് നടക്കുന്ന ആ മഹോത്സവം, ജനലക്ഷങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ആ ഉത്സവം നടക്കുന്നതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അതിനെ തടയും എന്നുള്ള നിലയിൽ കൂടി ഉള്ള ചില ജിഹാദികളുടെ പ്രഖ്യാപനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. തൃശ്ശൂർ പൂരത്തെ എങ്ങനെ അലങ്കോലമാക്കാം, അത്തരത്തിലുള്ള ആൾക്കൂട്ടത്തിനിടയിൽ പോയി എങ്ങനെയാണ് ഈ ജനങ്ങളെ ഇല്ലാതാക്കേണ്ടത്, ഈ ഉത്സവങ്ങൾ തകർക്കേണ്ടത് എന്നുള്ള ചില സൂചനകളും പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ ജിഹാദികളുടെ ഭാഗത്തു നിന്ന് ഒരു വർഷത്തിന് മുമ്പ് വന്നതാണ്. അതൊക്കെ ഇവിടുത്തെ മീഡിയയിലുണ്ട് എന്നുള്ളത് എയറിൽ തന്നെ ഉണ്ട്. അതൊക്കെ കേട്ടവർക്കറിയാം, ഓർമ്മയിലുള്ളവർക്കറിയാം. അപ്പോൾ ഇതൊക്കെ വച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇപ്പോൾ നടന്ന ആ ഒരു വെടിക്കെട്ട് അപകടം, ആ വെടിമരുന്നുകൾ നിറച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നടന്ന സ്ഫോടനം, അതിനെ തുടർന്ന് 13 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥ വളരെയധികം കഷ്ടം ആണ്. അവരിനി എത്രത്തോളം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ്. ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവമായിരുന്നു അവരവിടെ, കരുതലോട് കൂടിയിട്ടായിരുന്നു എല്ലാം ചെയ്തത് എന്നാണ് റിപ്പോർട്ട്. ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ, ചൂടിൻ്റെ ആധിക്യം കൊണ്ടല്ല ഈ സ്ഫോടനം അവിടെ നടന്നത്, തീപിടുത്തമുണ്ടായത് എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പലതും ചിന്തിച്ചു പോകുന്നത്. അത് കണ്ടെത്തുവാൻ ഉള്ള പരിശ്രമം ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ശബരിമലയിലെ ആ കൊള്ളയുണ്ടല്ലോ, അത് അന്വേഷിക്കുവാൻ വേണ്ടി SIT നിയോഗിച്ചുകൊണ്ട് അവർക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് ആരെയും പ്രതികളായി കാണാതെയും അവർക്കെതിരെ നടപടി എടുക്കാൻ ഉള്ള അവസരം സൃഷ്ടിക്കാതെയും ഒരു സർക്കാർ എത്രത്തോളം ജാഗരൂകമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലും അന്വേഷണം എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഹിന്ദുക്കൾ ഇത് കണ്ടെത്തുന്നത് വരെ വളരെ വിജിലൻ്റായി, ജാഗരൂകരായി ഇതിൻ്റെ പിന്നിലുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഉള്ളത്. നിസ്സാരമായി ഇത്തരം സംഭവങ്ങളെ കളയരുത്. എന്തായാലും ഇത്തവണ അവിടെ തൃശ്ശൂർ പൂരം നടക്കാതിരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് സംശയിച്ചു പോവുകയാണ്. എന്തായാലും അത് തെളിയിക്കട്ടെ പോലീസ് എന്ന് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്.